രാത്രി ഭക്ഷണം ഉണ്ടാക്കി. അതിൽ ഈ ഭഗവതിക്ക് മൺപാത്രമാണ് ലഭിച്ചത്. ആ ഭക്ഷണം കഴിച്ചവര് വിശ്രമിക്കും, രാത്രി അന്തി ഉറങ്ങുകയും രാവിലെ പതിയിൽ മൂത്താർ എണിച്ചു നോക്കിയപ്പോൾ ഈ 3 പേരെയും കാണാനില്ല. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. ഞാനപ്പം എന്നുള്ളത് തത്രങ്കാവ് ഭഗവതി ക്ഷേത്രം, അതായത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് മണ്ണാർക്കാട് റൂട്ടില് കാഞ്ഞിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹൈവേയുടെ സൈഡിലായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രം. അപ്പൊ എന്റെ ബാക്കിൽ നിൽക്കുകയാണ് മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അതുപോലെ ഒരുപാട് ചരിത്രം, ഐതിഹ്യം, പ്രത്യേക വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പൊ എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ കമ്മിറ്റിയുടെ ആളുകളൊക്കെ ഉണ്ട്, നമുക്ക് അവരുടെ ചോദിച്ചറിയാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക, മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്. അപ്പൊ നമുക്ക് അവരടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ഇതാണ് തത്രങ്കാവ് ഭഗവതി ക്ഷേത്രം. പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ കാഞ്ഞിക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം പുതുപ്പരിയാരത്തിനും മണ്ണാർക്കാടിനും ഇടയിലുള്ള ഏക ദേവീക്ഷേത്രമാണ്. ഏകദേശം 200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. ശാന്തസ്വരൂപിണിയായി വടക്കോട്ട് ദർശനം നൽകി കുടികൊള്ളുന്ന വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഒളപ്പമണ്ണ ദേവസ്വത്തിന്റെ കീഴിൽ ഉള്ള 37 ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. മീനമാസത്തിലെ പൂയം നാളിലാണ് അമ്മയുടെ പിറന്നാൾ. ഈ ദിവസം താന്ത്രിക പൂജാവിധികളും അഖണ്ഡ നാമജപവും പ്രസാദ ഊട്ടും കലാപരിപാടികളോടുകൂടി പ്രതിഷ്ഠാ ദിനമായി ആഘോഷിച്ചു വരുന്നു. മകരം 19 കൂത്തുമുളയിട്ട് 30 ദിവസം നീണ്ടു നിൽക്കുന്ന തോൽപ്പാവക്കൂത്തിന് സമാപനം കുറിച്ചുകൊണ്ട് കുമ്മാട്ടി മഹോത്സവമായി ഇവിടെ ആഘോഷിക്കുന്നു. ഈ ദേശത്തിലെ പ്രധാന ഉത്സവമായ കുമ്മാട്ടി ദിനത്തിൽ കാളവേലയാണ് ഇവിടുത്തെ പ്രത്യേകത. മാസത്തിൽ ഒരു ദിവസം തന്ത്രി പൂജയും കർക്കടം 1 മുതൽ 31 വരെ നമ്പൂതിരി പൂജയും നടത്തിവരുന്നു. ഈ ദിവസങ്ങളിൽ കുടുംബ ഐശ്വര്യത്തിനായി ത്രികാല പൂജയും മലയാള മാസത്തിലെ എല്ലാ 30 വെള്ളിയാഴ്ചകളിൽ ഭഗവത് സേവയും നടത്തിവരുന്നു. മണ്ഡലമാസത്തിൽ വൃശ്ചികം 1 മുതൽ 30 വരെ മണ്ഡല താലപ്പൊലി വിളക്കാചാരവും ധനു 2 താലപ്പൊലി മഹോത്സവവുമായി ആഘോഷിച്ചു വരുന്നു. മംഗല്യ തടസ്സത്തിന് പട്ടും താലിയും സന്താനലബ്ധിക്കായി തൊട്ടിലും പ്രധാന വഴിപാടാണ്. എല്ലാ വഴിപാടുകൾക്കും നേരിട്ടും ഓൺലൈനായും ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതിക്ക് സങ്കല്പവും നാഗങ്ങൾക്കും ഭൈരവനും പ്രത്യേക പ്രതിഷ്ഠയുമുണ്ട്. കന്നിമാസത്തിലെ ആയില്യം നാളിൽ നാഗപൂജയും പ്രതിഷ്ഠാ ദിനത്തിൽ ഭൈരവ പൂജയും നടത്തിവരുന്നുണ്ട്. നമസ്കാരം. പേര്? എന്റെ പേര് അനൂപ് കുമാർ ആണ്. ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? ഏകദേശം ഇത് 200 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് ചുരുക്കത്തിൽ പറയാം. ഇതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, പണ്ട് 3 സുന്ദരിമാരായ സ്ത്രീകൾ കാഞ്ഞിക്കുളത്ത് ദേശത്ത് വന്നു. അവർക്കന്ന് ഇവിടെ വിശ്രമിക്കാനായിട്ട് സത്രത്ത് നടത്തിപ്പുകാരനായ പതിയിലെ മൂത്താരുടെ അടുത്ത് പോയി താമസിക്കാനുള്ള സൗകര്യം ആവശ്യപ്പെടുകയും, അന്ന് മൂത്താര് സത്രത്തിൽ താമസിപ്പിച്ചാൽ സുരക്ഷിതം പോരാ എന്ന് തോന്നിയിട്ട് അദ്ദേഹം പതിയിലെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും കൊടുത്തപ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് 3 പാത്രം ആവശ്യപ്പെട്ടു. അങ്ങനെ 3 പുതിയ പാത്രങ്ങൾ നൽകി, അരിയും സാധനങ്ങളും നൽകി. അവരന്ന് രാത്രി ഭക്ഷണം ഉണ്ടാക്കി. അതിൽ ഈ ഭഗവതിക്ക് മൺപാത്രമാണ് ലഭിച്ചത്. ആ ഭക്ഷണം കഴിച്ചവര് വിശ്രമിക്കും, രാത്രി അന്തി ഉറങ്ങുകയും രാവിലെ പതിയിൽ മൂത്താർ എണിച്ചു നോക്കിയപ്പോൾ ഈ 3 പേരെയും കാണാനില്ല. അങ്ങനെ വന്നപ്പോ ഇതെന്താ സംഭവിച്ചെന്ന് നാട് മുഴുവനും മൂപ്പര് ഇറങ്ങി അന്വേഷിച്ചു. ഇതുമാതിരി 3 സ്ത്രീകൾ വന്നിരുന്നല്ലോ, എവിടെയെന്ന് അന്വേഷിച്ചപ്പോ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല.
അപ്പോഴാണ് മൂപ്പര് വേഗം ഇവിടുത്തെ ദേശത്തെ മൂത്ത നായരുടെ അടുത്ത് പോയി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല, അവരെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ എന്നാ നമുക്ക് ദേശപ്പണിക്കരുടെ അടുത്ത് പോവാ എന്ന് പറഞ്ഞ് ദേശപ്പണിക്കരുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ അത് 3 ഭഗവതിമാരാണ് വന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പൊ പ്രശ്നത്തിൽ പറഞ്ഞവര് 3 പേരും 3 ദേശത്ത് കുടികൊള്ളാൻ വേണ്ടി വന്നാണ് എന്നുള്ളതും അറിഞ്ഞു. അങ്ങനെ ഉടനെ അന്നത്തെ ഊരാളന്മാരായ ഉളപ്പമണ്ണക്കാരെ അറിയിച്ച് അവിടെ ഒരു ക്ഷേത്രം, അങ്ങനെയാണ് ഈ ക്ഷേത്രം പണിതത്. ഇതിൽ മൂത്ത ആള് സത്രംകാവിൽ അമ്മയും കുന്നപ്പള്ളിക്കാവിൽ അമ്മയും അടുത്തതും മാഞ്ചേരിക്കാവിൽ അമ്മയാണ്. അങ്ങനെ 3 പേരാണ്, സഹോദരിമാരാണെന്നാണ് ഇതിന്റെ ചരിത്രം. ഇവിടുത്തെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീനമാസത്തില് പൂയം നാളിലാണ് അമ്മയുടെ പിറന്നാള്. അന്ന് ഇവിടെ താന്ത്രിക പൂജകളും പിന്നെ പ്രസാദ ഊട്ട്, രാവിലെ മുതൽ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ അഖണ്ഡനാമ ജപം മാതൃസമിതിയുടെ വക. പിന്നെ വൈകുന്നേരം ദേശത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും അങ്ങനെയുള്ള കാര്യങ്ങളും, കഥകളി, മുൻകാലങ്ങളിൽ കഥകളിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഇത്തിരി കമ്മിയാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കല്. പിന്നെ കുമ്മാട്ടി, അത് പറഞ്ഞാല് വൃശ്ചികത്തില് മകരം 19 കൂത്ത് മുളയിടും. 30 ദിവസത്തെ തോൽപ്പാവക്കൂത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ഇവിടെ കുമ്മാട്ടിയായിട്ട് ആഘോഷിക്കും. കാളവേലകളാണ് ഇവിടുത്തെ പ്രാധാന്യം. പിന്നെ കർക്കിടക മാസത്തിലെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പറഞ്ഞാൽ താന്ത്രിക പൂജയാണ്. നമ്പൂരിമാരാണ് പൂജിക്കുക. ത്രികാല പൂജയാണ് ഇവിടുത്തെ മെയിൻ വഴിപാട്. അത് കുടുംബൈശ്വര്യത്തിനും അങ്ങനെ എല്ലാം സങ്കല്പങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു എന്ന് പറഞ്ഞാൽ മംഗല്യത്തിന്റെ പൂജയാണ്. മംഗല്യ പൂജയാണ് അടുത്തത് പ്രധാനം. അതിന് പട്ടും താലിയാണ് വഴിപാട്. പിന്നെ സന്താന ലബ്ധിക്കായി ഇവിടെ തൊട്ടിലാണ് ഇവിടുത്തെ വഴിപാട് സമർപ്പിക്കാറുള്ളത്. നിരവധി ഭക്തർക്ക് ഇത് അനുഭവമാണ് ഇവിടെ ഈ പ്രാർത്ഥനകൾ സിദ്ധിച്ചതിന്. വൃശ്ചികത്തില് ഇവിടെ വിളക്ക് പൂജകളുണ്ട്. അത് വൈകുന്നേരങ്ങളില്, അത് കഴിഞ്ഞ വൃശ്ചികത്തിലെ ധനു 2-ന് ഇവിടുത്തെ താലപ്പൊലി മഹോത്സവമാണ്. അതുപോലെ എല്ലാ 30 വെള്ളിയാഴ്ചയും ഇവിടെ ഭഗവത് സേവ താന്ത്രിയുടെ നേതൃത്വത്തിൽ ഭഗവത് സേവയും നടക്കുന്നുണ്ട്. മാസത്തില് ഒരു ദിവസം തന്ത്രിയുടെ പൂജയും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇവിടുത്തെ ഉപദേവങ്ങള് ഭൈരവന്റെ പ്രതിഷ്ഠയുണ്ട്, നാഗങ്ങളുടെയും പ്രതിഷ്ഠയുണ്ട്. പിന്നെ ഗണപതിയുടെ സങ്കല്പ പൂജകളും ഇവിടെയുണ്ട്. ഇവിടെ പിന്നെ അത് നക്ഷത്രവനം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. അതിലൂടെ ഞങ്ങൾ ഓരോരോ നാളുകളുള്ള ആൾക്കാർ ഇവിടെ അതിന് വെള്ളം ഒഴിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വന്ന് ഒരു വെള്ളം എടുത്ത് ഒഴിക്കലുണ്ട് ആ നാളിലുള്ള ആൾക്കാർ. പിന്നെ പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ് നെയ്വിളക്ക്. പ്രാധാന്യമുള്ളതാണ് ഇവിടുത്തെ വഴിപാടില്. അതുപോലെ ഊട്ടർക്കല് ഒരു പ്രധാന വഴിപാടാണ്. എൻ്റെ പേര് കൃഷ്ണകുമാരി. ഞാൻ മാതൃസമിതി പ്രസിഡന്റാണ്. ഞാനൊരു 22 വർഷങ്ങളായി സ്ഥിരം ഇവിടെ സാധാരണ കാലത്ത് വരാറുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. പിന്നെ 2 വർഷങ്ങളായി ഞങ്ങളിവിടെ മാതൃസമിതി കുറച്ച് കൂട്ടായ്മയുണ്ട്. കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. പെട്ടെന്നായതുകൊണ്ട് കുറച്ച് പേർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ അതിൽ ഞങ്ങളിവിടെ 30 ഞായർ ദേവി മഹാത്മ്യം പാരായണം, പിന്നെ 30 വ്യാഴം നാരായണീയം പാരായണം ചെയ്യും. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും സന്ധ്യയ്ക്ക് ലളിത സഹസ്രനാമം. അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ. പിന്നെ ഒരു തിരുവാതിരക്കളി ഉള്ള ഗ്രൂപ്പില്. പിന്നെ കർക്കിടക മാസത്തില് രാമായണം ഒരു മാസം പാരായണം. എല്ലാം ഭഗവതിന്റെ അനുഗ്രഹം. എൻ്റെ പേര് ഗീത. ഞാൻ മാതൃസമിതിയുടെ ട്രഷററാണ്. ഇപ്പം ഞങ്ങൾ 1 വർഷമായിട്ട് ഇവിടെ മാതൃസമിതി രൂപവൽക്കരിച്ച് വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഭഗവതിയുടെ ഞങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവതി ഞങ്ങളെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവതി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുമുള്ള എല്ലാവർക്കും ഇവിടെ
ഈ ഭഗവതിയെ വന്ന് തൊഴാനും അതിനുള്ള ഒരു ഇത് ഉണ്ടാവട്ടെ. ഞാൻ ഏകദേശം 50 വർഷത്തോളമായി ഈ അമ്പലത്തിൽ വരാൻ തുടങ്ങിയിട്ട്. അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മക്കൾക്ക് ജോലി കാര്യങ്ങൾക്കാണെങ്കിലും പഠന കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാം വന്ന് ദേവിയോട് പ്രാർത്ഥിച്ച് അതൊക്കെ ശരിയായിട്ടുമുണ്ട് ദേവിയുടെ മുന്നിൽ. ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദേവി തരുന്നുണ്ട്. പിന്നെ ഈ മാതൃസമിതി ഉണ്ടായതിനു ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഇത്ര കൂട്ടായ്മയോട് പ്രവർത്തിക്കുവാനും നാരായണീയം വായിക്കാനാണെങ്കിലും ലളിതാ സഹസ്രനാമം വായിക്കാനാണെങ്കിലും എല്ലാവരും ഒത്തുകൂടി ചേരലും. അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇപ്പോൾ തിരുവാതിര കളി അങ്ങനെ ഓരോ ഇതും ഈ അമ്പലത്തിന് വേണ്ടി ഞങ്ങൾ ചേരുന്നുണ്ട്. പിന്നെ എല്ലാ അനുഗ്രഹങ്ങളും ദേവി ഇനിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ പേര് ശിവദാസൻ. ഈ അമ്പലത്തിൽ മംഗല്യപൂജ വളരെ പ്രസിദ്ധമാണ്. അത് മുട്ടാർക്കൽ കാര്യസാധിക്കായിട്ട് എല്ലാവിധ തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെല്ലാം തീരുന്നതിന് വേണ്ടി മുട്ടാർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യം നടക്കുന്നതായിരിക്കും. ഇത് ഓരോ ആൾക്കാരിൻ്റെയും അനുഭവങ്ങളാണ്. സന്താനലബ്ധിക്ക് വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം ഉടൻ കിട്ടുന്നതായിരിക്കും. എൻ്റെ പേര് ശിവകുമാർ കെ. ഞാൻ 23 വർഷം ഇവിടെ ശാന്തി പ്രവൃത്തി ചെയ്യുന്നു. ഇവിടെ എല്ലാ പൂജകൾക്കും പ്രധാനപ്പെട്ട അമ്പലമാണിത്. മലബാർ ദേവസ്വം കീഴിൽപ്പെട്ട ഓർമ്മ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ അമ്പലം പ്രവർത്തിക്കുന്നത്. ഇവിടെ മണ്ഡലമാസത്തിൽ ചുറ്റുവിളക്കും തണ്ടല താലപ്പൊലിയും മകരം 19 കൂത്തുമുളയിട്ട് 1 മാസത്തെ പാവക്കൂത്ത് കഴിഞ്ഞ് കുമ്മാട്ടി വേലകളും നടക്കുന്നുണ്ട്. മീനമാസത്തിൽ പൂയ നക്ഷത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും കർക്കിടക മാസത്തിൽ ത്രികാല പൂജയും പ്രധാന വഴിപാടുകളും ആഘോഷങ്ങളായി നടക്കുന്നുണ്ട്. ഇവിടെ രാവിലെ വൈകുന്നേരത്തെ പൂജ ഉണ്ടോ? ഉണ്ട്. രാവിലെ എത്ര മണിക്കാണ് തുറക്കുക ക്ഷേത്രം? രാവിലെ 6 മണി മുതൽ 9:30 വരെ സാധാരണ ദിവസങ്ങളിലും വെള്ളി ചൊവ്വ ഞായർ ദിവസങ്ങളിൽ 10 മണി വരെയും ഉണ്ടായിരിക്കും. വൈകിട്ട് 5:30 മുതൽ 7:30 വരെ ഉണ്ടാവും എല്ലാ ദിവസവും. എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാൻ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൽ കമ്മിറ്റി വന്നിട്ട് ഒരു 7 കൊല്ലം, ഏകദേശം 7 കൊല്ലമായി. ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് എല്ലാ ഭക്തജനങ്ങളും ഒപ്പം സഹകരണത്തോടെ ഓരോരോ കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ആദ്യമായി ഒരു ഓഫീസ്, ഒരു 3 വർഷമായി ഓഫീസ് നമുക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം മറ്റ് കമ്മിറ്റികളുടെ സഹായത്തോടെ നമ്മുടെ കൂത്തുമാടം പൊളിച്ചു പണിതു. അതിനുശേഷം നമ്മൾ ഈ വർഷം എന്നാണ് നമ്മുടെ തെടപ്പള്ളി ഉദ്ഘാടനം, അതുപോലെ തന്നെ നാഗപ്രതിഷ്ഠ, ഭൈരപ്രതിഷ്ഠ എന്നിവ ഇവിടെ നടന്നത്. എല്ലാം ഈ ക്ഷേത്ര കമ്മിറ്റി, ഇപ്പോൾ പുനരുദ്ധാരണ കമ്മിറ്റി എന്ന പേര് 21 അംഗ കമ്മിറ്റി ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നേതൃത്വത്തിൽ ഇത്രയും വികസനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതിനിപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഒത്തുചേർന്ന മാതൃസമിതി രൂപീകരിച്ചു. അവരുടെ സഹായത്തോടെ നമ്മൾ ഒരു സപ്താഹം, ആദ്യമായി അതിഗംഭീരമായ സപ്താഹം ഇവിടെ നടത്തി. ഇനി അടുത്ത വർഷം നമുക്ക് അതിഗംഭീരമായി തന്നെ നടത്താൻ കഴിയും എന്നുള്ള വിശ്വാസമാണ്. ഇനി പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ മുഖ്യമായ മേൽപ്പുരയാണ് പൊളിച്ചു പണിയുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. അത് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായത്തോടെ എത്രയും പെട്ടെന്ന് നമുക്ക് സാധിക്കാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പരിസരത്ത് ഞാൻ വന്നത് തന്നെ ഒന്നുമില്ലാതെ ഒരു അവസ്ഥയിലാണ് ഞാൻ വന്നത്. ഈ ക്ഷേത്ര കമ്മിറ്റി അംഗമായി ഈ ക്ഷേത്രത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയും ഇതേവരെ ഞാൻ ഇവിടെ വന്നു, സ്ഥലം മേടിച്ചു, ഇവിടെ ഒരു വീട് വെച്ചു. എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റിയിൽ അംഗമായി ചേർന്ന് ഇത്രയും ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും എല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നടന്നു വരുന്നു. ഈ ഭഗവതിയുടെ കടാക്ഷം തന്നെയാണ് എൻ്റെ ജീവിതം തന്നെ. ഈ അമ്മയുടെ അനുഗ്രഹം മാത്രമായി ഞാൻ കാണുന്നു. പാലക്കാട് നിന്ന് വരുമ്പോൾ കൃത്യം 20 കിലോമീറ്റർ കാഞ്ഞിക്കുളം തത്രങ്കാവ് ഭഗവതി സ്റ്റോപ്പ്. മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വരുമ്പോൾ അതും കറക്റ്റ് 20 കിലോമീറ്റർ സെൻട്രൽ പോയിന്റ് ആണ്. പാലക്കാട് നിന്നും മണ്ണാർക്കാടിന്റെ സെൻട്രൽ പോയിന്റ് ആണ് ഈ ക്ഷേത്രം. ഹൈവേ റോഡ് സമീപത്ത് ഉള്ളത്. പിന്നെ പുതിപ്പുരാരത്തു നിന്നും മണ്ണാർക്കാടിനിടയിൽ ആകെ ഉള്ളൊരു ദേവീക്ഷേത്രമാണ് റോഡ് സൈഡിലുള്ളത്. ദേവീക്ഷേത്രമാണ് ഇവിടുത്തെ ഈ ക്ഷേത്രം. പാലക്കാട് നിന്ന് വരുമ്പോൾ കാഞ്ഞിക്കുളം തത്രങ്കാവ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി. മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വരുമ്പോഴും കാഞ്ഞിക്കുളം അത് പോകുന്നു. അതെ.
ഇപ്പോൾ ഒരുപാടുണ്ട് സൗകര്യമുണ്ട്. ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഗൂഗിൾ പേ സൗകര്യങ്ങളുണ്ട്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പൂജ ബുക്കിംഗ്, ഓൺലൈനിൽ ബുക്കിംഗ് എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകത, ഈ ഭഗവതി വടക്കോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. വനദുർഗയാണ്, ശിവന്റെ മകളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ശാന്തസ്വരൂപിണിയാണ് ഇവിടുത്തെ. അതാണ് മംഗല്യത്തിനും സന്താന ലബ്ധിക്കും വേണ്ടിയിട്ട് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകളും പുറത്ത് ആൾക്കാർ വന്നും നടത്തുന്നതാണ്. അവർക്ക് നിറയെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളോട് വന്ന് പറയുകയും അതിനനുസരിച്ച് അവര് തൊട്ടിൽ കെട്ടിയിട്ടുണ്ട്, പട്ട് സ്വർണം താലി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെ ഒരുപാട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം വളരെ പ്രസിദ്ധമാണ് ഈ സന്താന ലബ്ധിക്കും മംഗല്യത്തിനും ഈ ക്ഷേത്രം. പുറത്തുനിന്ന് വളരെ ദൂരെ മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. പറഞ്ഞു കേട്ട് അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്ന പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. ദേവിക്ക് പമ്പലർപ്പിക്കുന്നത് വളരെയേറെ പ്രസിദ്ധമാണ്. അതുമാതിരി തന്നെ ഈ വിശേഷ ദിവസങ്ങളിൽ ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കല്, അതൊരു ശർക്കര കൊണ്ട്, പനശർക്കരയാണ് ഉപയോഗിക്കേണ്ടത്. പനശർക്കര ഉപയോഗിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പിക്കുന്നതും വലിയൊരു വഴിപാടാണ്. എൻ്റെ പേര് വേണുഗോപാൽ എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗമാണ്. 6-7 കൊല്ലത്തോളമായി ഈ ക്ഷേത്രത്തിൽ എല്ലാ കാര്യത്തിലും ഇടപെടുകയും പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ തന്നെ നല്ല പ്രധാനപ്പെട്ട ഒരു ദേവീ ക്ഷേത്രമാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അനുഭവങ്ങൾ കിട്ടാനുള്ള ശക്തിയുള്ള ദേവിയാണ് തത്രങ്കാവിലമ്മ. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൂടെ വന്ന് എല്ലാവരോടും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായി ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളും നിർലോഭമായ സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. തുടർന്നും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് ശിവാനന്ദൻ. ഞാൻ ഈ അമ്പലത്തിന്റെ പരിധിയിൽ താമസിക്കുകയാണ്. എൻ്റെ തറവാട് വന്നിട്ട് കാഞ്ഞിക്കുളത്താണ്. ഈ തറവാട് വന്നിട്ട് ഇങ്ങോട്ട് താമസം മാറ്റി ഞങ്ങൾ 22 വർഷമായി, 29 വർഷമായി. ഭഗവതിയുടെ കാൽച്ചോട്ടിൽ വന്ന് താമസിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ അവിടെ വന്നു. ഞാനിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് അസിസ്റ്റന്റ് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ മാസം ലാസ്റ്റോടുകൂടി റിട്ടയർമെന്റ് ആണ്. പക്ഷേ ഈ അമ്പലത്തിൽ വന്ന ശേഷം, അല്ലെങ്കിൽ ഈ പരിസരം വന്ന ശേഷം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പ്രശ്നം സോൾവ് ചെയ്തിരുന്നു. വളരെ സമാധാനത്തോടെ ജീവിക്കാനും എൻ്റെ മക്കളുടെ കല്യാണം എല്ലാം കഴിഞ്ഞു, എല്ലാം ക്ലിയറായി. മനസ്സമാധാനം ശാന്തിയും കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. തറവാട് ഇവിടുന്ന് ഏകദേശം 2.5-3 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. വളരെ കുട്ടികളെ പഠിത്തത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. കുട്ടികളെല്ലാം കല്യാണം കഴിഞ്ഞു, അവരെല്ലാം ഒരു പൊസിഷനിലായി. ഒരു കടാക്ഷം കൊണ്ട് എനിക്കിപ്പോൾ വളരെ സന്തോഷസമാധാനത്തോടെ ഞാൻ ജീവിച്ചു പോകുന്നു. എൻ്റെ പേര് ചിദംബരൻ. ഈ കൗണ്ടറിലെ സ്റ്റാഫാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വളരെ പുരോഗതി എല്ലാം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഈ ഭഗവതിയുടെ സഹകരണങ്ങളും ഈ നാട്ടുകാരുടെ സഹായം കൊണ്ട് ഇത്രയും വൃത്തിയായിട്ട് ഇവിടെ ഒരു അമ്പലം ഈ സത്രങ്കാവിൽ നന്നായി നടക്കുന്നുണ്ട്. ഇത് എനിക്ക് പറയാനുണ്ട്. എനിക്ക് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്. ഈ പതിയിലെ കാരണവർ എന്ന് പറഞ്ഞില്ലേ, ആ കാരണവരുടെ ഒരു അനന്തരമാണ് ഈ കുട്ടി. ഈ കുട്ടിക്ക് അനുഭവങ്ങളുണ്ട്. ആ കുട്ടി അത് പറയാൻ. എന്റെ പേര് അമ്പിളി. ഞാൻ മാതൃസമിതി എക്സിക്യൂട്ടീവ് അംഗമാണ്. എന്റെ മോളുടെ കല്യാണം ഞാൻ ഈ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ 4 മാസമായിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. എല്ലാം അമ്മ ഭംഗിയായി നടത്തി തന്നു. ഞാൻ പതിയിലെ തറവാട്ടിലാണ്. എന്റെ തറവാട്ടിലാണ് ഈ അമ്മ ആദ്യമായിട്ട് വന്ന് ഇരുന്നത്. അവിടുന്ന് എന്റെ കാരണവന്മാരായിട്ടാണ് ഇത് 3 അമ്പലങ്ങളിലായിട്ട് പ്രതിഷ്ഠിച്ചത്. എൻ്റെ പേര് രുക്മ. ഞാനിന്ന് അമ്പലത്തിൽ വരാറുണ്ട്. ദേവിയുടെ നല്ല ഒരു ശക്തിയാണ്. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു. എൻ്റെ മകൾക്ക് നല്ലൊരു വിവാഹം നടന്നു, നല്ലൊരു വരനെ കിട്ടി. എല്ലാം ദേവിയുടെ അനുഗ്രഹം.